ഇവന്മാരുടെ വീട് കൂടിയൊക്കെ സുനാമി അടിച്ചു പോയ ഭ്രാന്ത് പിടിച്ചപ്പോ വീട്ടുകാർ പിടിച്ച് പുറത്താക്കിണ്ടവിടെ. ഇങ്ങോട്ട് വരണേ. പെട്ടിയും കിടക്കൊക്കെ ഉണ്ടല്ലോ. ഇവിടെ അലമ്പാക്കും അവന്മാര്. വാ മക്കളെ, നമ്മുടെ പണി തുടങ്ങാം. ഇത് കണ്ട അവന്റെ അമ്മൂമ്മയുടെ പേരെടുത്ത കട്ടില്ല അത്. വാടാ മക്കളെ, വാടാ പിള്ളേരെ, വാടാ മക്കളെ. അമ്മേ, തേനീച്ച കൂടി ഇളകി വരണ. ഞാനും പൂരം കാണാൻ ഞാനും പൂരം കാണാൻ. പൂരം എനിക്കൊന്ന് കാണണ കാണാ, പൂരത്തിന് എനിക്കൊന്ന് കൂടണ കാണാ. ഞാനും പൂരം കാണാൻ. ഞാനും പൂരം കാണാൻ. ഞാനും പൂരം കാണാൻ. എന്താടാ മണി 12 അതിന് വളരുന്ന പ്രായ പിള്ളേർക്ക് പോയി കിടന്ന് ഓർക്കണ്ടേ? എല്ലാരും പോയി കിടന്ന് രാവിലെ എല്ലാരും നേരത്തെ അടിച്ചോളാം. ഡ്രില്ലുള്ളതാ. എന്താടാ മസിൽ വേണ്ട എനിക്ക്? ഓ പെട്ടെന്ന് പോടാ. എവിടെയാടാ? നിന്റെ അച്ഛനാണോ പറയുന്നത്? തുറക്കടാ, തുറക്കടാ. തിണ്ടികളെല്ലാം ചളവാക്കുന്നു തോന്നേ. തുറക്കട പുല്ലേ. തുറന്നില്ല ഞങ്ങൾ ചവിട്ടി പൊളിക്കും. നീ ചവിട്ട് വാങ്ങിക്കുകയും ചെയ്യും. ഞാനോ? അല്ല അവന്മാര്. എന്താ ഉറങ്ങാനും സമ്മതിക്കില്ലേ? മക്കൾ ഉറങ്ങാൻ വരട്ടെ, ആദ്യം നമുക്ക് അകത്തിരുന്ന് സംസാരിക്കാം. എനിക്ക് ഉറങ്ങണം, നാളെ സംസാരിക്കാം. എന്ത് പണ്ടാരാ ഇത്? ഹോസ്റ്റലിൽ സ്വര്യം തരില്ലേ? അവനുറങ്ങണം. അപ്പൊ മക്കൾ ഇവിടെ ക്യൂ നിൽക്കായിരുന്നാ? ആരടാ അവള്? എന്റെ ഭാഗ്യം എല്ലാരും ഒക്കെയാ ഫീസ് കൊണ്ടുതരാൻ വന്നതാ. എത്രയാ ഫീസ്? നിന്റെ ഫീസൊക്കെ ഞങ്ങൾ അടയ്ക്കൂലേ. അക്കനെ ബുദ്ധിമുട്ടിക്കേണ്ട വല്ല കാര്യം. അത് ഈ നേരത്ത് പേരെന്നാ? വത്സല. വീടോ? വടുതല. അയ്യോ വടുതല വത്സല. ഓ നിങ്ങളപ്പോ നേരത്തെ പരിചയക്കാരാണല്ലേ? എന്താടാ കോളേജ് ഹോസ്റ്റലോ അതോ ജാനകി വിലാസം ലോഡ്ജോ? എന്നാടാ നീ ഞങ്ങളെ പറ്റി വിചാരിച്ചത്? ഞങ്ങളൊക്കെ നല്ല അന്തസ്സുള്ള കുടുംബത്തിൽ വന്ന പോക്കിത്തരം കാണിച്ചാട്ടല്ലോ. ഇതിങ്ങനെ വിട്ടാ ശരിയാവില്ല. എടുക്കടാ നിങ്ങളുടെ 3 വീട്ടിലെ ഫോൺ നമ്പർ അറിയിച്ചിട്ട് തന്നെ. അയ്യോ ചേട്ടാ, ചതിക്കരുത്. ഒരു അബദ്ധം പറ്റിയതാ, ഇനി ആവർത്തിക്കില്ല. ഉറപ്പാനോടാ? സത്യം. അക്കന്റെ തലത്തോട്ട് സത്യം ചെയ്യും. സത്യം. കയ്യേറാ. നടക്കടി. നടക്കേ. പിന്നെ എത്രയും പെട്ടെന്ന് വടുതിലേക്ക് ഉണ്ടാക്കിയിട്ട് വേണം ഞങ്ങൾക്ക് കണ്ണടയ്ക്കാൻ. പോയി ഉള്ളി കിടന്ന് ഉറങ്ങണം. വൃത്തികെട്ട ഒരു ബാച്ച് കണ്ണടയ്ക്കാൻ. അവിടെ നിന്നാ മതി. കൊണ്ടുപോ. ഗുഡ് ഈവനിങ്. 4 പേരും കൂടെ സ്കൗട്ടിന് പോണ. പിന്നെന്താ നിരന്ന് നിൽക്കുന്ന? ഉറക്കം വരുന്നില്ലേ? എന്നാ പോയി കിടന്ന് ഉറങ്ങ. റിവേഴ്സേ പോവുള്ളല്ലേ? അത് ശരി. വൃത്തികെട്ടവന്മാർ എന്താടാ ഇത്? വന്ന് കേറിയില്ല, അതിനു മുമ്പ് തുടങ്ങിയടാ. അല്ല അത് ഈ മുറിയിൽ 4 പേരും കൂടെ അതും ഈ പെണ്ണുമായിട്ട്. നാണമില്ലടാ നിനക്കൊക്കെ? എടാ നിന്റെയൊക്കെ ഭാര്യ മക്കളും അറിഞ്ഞ എന്തായിരിക്കും? അതുപോലെ എടാ ഇവിടെ പുറത്തുള്ള നാട്ടുകാരറിഞ്ഞ എന്തായിരിക്കും അവസ്ഥ? പെണ്ണുങ്ങളെ കാണാത്ത പോലെ പോയി കിടന്ന് ഉറങ്ങണ്ട. ഇറങ്ങി പോടി കുതിര പുറത്ത്. പോടാ. ഹോസ്റ്റലിന്റെ പേര് കളയാനായിട്ട് ഓരോരുത്തന്മാര് ഇറങ്ങി തിരിച്ചോളും. നിക്ക, ഇന്നിപ്പോ രാത്രി യാത്ര വേണ്ട. പ്രത്യേകിച്ച് ഈ പ്രായത്തിൽ നമുക്ക് ഇവിടെ കിടക്കാം. പേടിക്കണ്ട, കൂട്ടിന് ഞാനും ഉണ്ടാവും. അവന്മാരെ പോലെ വഴിയിൽ നിന്നിട്ട് പോവില്ല, ലാസ്റ്റ് വരെ കാണും. വാ, വെളിച്ചത്തുനിന്ന് മാറിയേക്കാം. 16 കഴിഞ്ഞല്ലോ അല്ലേ?
നടക്ക്. ലൈറ്റ് എനിക്ക് അലർജിയാ. എനിക്ക് പിന്നെ ഒരു കാര്യം പറയാൻ വിട്ടു. ഐ ലവ് യു. ഐ ടു ലവ് യു. 3 ലവ് യു. സമയം കളയാതെ ഇതിനകത്തോട്ട് കയറി. അയ്യോ ഇതിനകത്തോ? കല്യാണം കഴിക്കാനൊന്നും അല്ലല്ലോ, നീ ഉള്ള സ്ഥലം വെച്ച് അഡ്ജസ്റ്റ് ചെയ്യപ്പി. ഹോസ്റ്റൽ ഡേക്ക് സെറ്റ് ഇട്ടത് നന്നായി. ഇതെന്താ? പേടിക്കണ്ട, ഇത് കൊതുക് വലയാ. എന്റെ തങ്കപ്പട്ടി അല്ല തങ്കക്കുട്ടി. സ്വിച്ചിന്റെ പുറത്താ നീ കയറിയിരുന്നത്. അയ്യോ ആൾക്കാർ കൂടി ഞാൻ സ്വന്തം സഹോദരനാണെന്ന് പറ. അത് ശരി, നീയൊക്കെ ആള് വിളിച്ചു കൂട്ടി. കൊതിക്കറുപാടി. ഞാൻ പോണേ സഹോദരനാ. കോട്ടയപ്പങ്ങളെ പാത്തുമ്മ പോയ പടച്ചോരാണ്, പിന്നെ ഞാനില്ല. അറിയൂടാ, എന്തൊക്കെ പറഞ്ഞാലും അവള് പൊന്നാണ്, പൊന്ന്. 14 വയസ്സിൽ തുടങ്ങിയത് അവക്ക് എന്നോടുള്ള ഇഷ്ടം. ആ പോയില്ലേ, എല്ലാം പോയില്ലേ. എന്തിനാണെങ്കിലും തേക്കുന്നത്? എങ്ങനെ തേങ്ങാതിരിക്കും? തേങ്ങ എങ്ങനെ വേണോ തിരിക്കാം. എടേ, അവളുമാര് പോകാതിരിക്കാൻ തരയില്ല. വെടിവഴിപാടല്ലേ വിഷയം. എന്റെ എൽസ പറഞ്ഞ് പോട്ടെ എന്ന് വിചാരിക്കാം. പക്ഷെ എന്റെ മോൻ മാത്തുക്കുട്ടി എങ്ങാനും പറഞ്ഞാൽ അവൻ വഴി വരച്ചു പോകുന്നതാണ് എന്റെ പേടി. നിനക്ക് തെറ്റി. നിന്റെ മോനിത് അറിഞ്ഞാൽ വടുതല വത്സല വഴിതെറ്റി പോകുന്ന എന്റെ പേടി. നിങ്ങൾ കരയണ്ട. എന്റെ അനുഭവത്തിന്റെ വെളിച്ചത്തിൽ ഞാനൊരു കാര്യം പറയാം. സ്ത്രീകളുടെ മുമ്പിൽ നമ്മൾ ഒരിക്കലും താണു കൊടുക്കാൻ പാടില്ല. എന്നെ പോലെ നെഞ്ചും വിരിച്ച് നിൽക്കണം. ഞാൻ എന്റെ ഭാര്യ ഉണ്ടല്ലോ, വരച്ച വരയിൽ നിർത്തും. ആ പക്ഷെ എവിടെ വരയ്ക്കണോന്ന് അവള് തീരുമാനിക്കും. പപ്പു പോയിട്ടില്ലേ അവളന്മാരെ പറഞ്ഞ മനസ്സിലാക്കാൻ? അവൻ പോയിട്ട് എന്തുണ്ടാക്കാൻ? അവന്റെ ഒറ്റൊരുത്തന്റെ സൂക്കേടല്ലേ ഇത് ഇവിടം വരെ എത്തിച്ചത്. അവന്റെ കാര്യം ഇന്ദു അതൊട്ട് ചാൽവാവോ? അതുമില്ല. അത് ശരിയാ. എന്തു അവനായിട്ടുള്ള പ്രശ്നം തീർത്താ കോളേജിലെ ക്നാപ്പ് പരിപാടി നമുക്ക് അവസാനിപ്പിക്കായിരുന്നു. അതിന് അവന് പറയാനുള്ളത് കേൾക്കാൻ അവളൊന്ന് നിന്നോടുക്കണ്ടേ? അളിയ, അവളെ നമ്മൾ പൊക്കിയിരിക്കും. അവള് ഹോസ്റ്റലിലേത് കോത്തായത്തിലായാലും ഇന്ന് നമ്മൾ അവളെ പൊക്കും. അതെ. എടാ തമ്പി, നീ ലാബിൽ പോയി മയക്കാനുള്ള എന്തെങ്കിലും എടുത്തോണ്ട് വാ. ഓക്കെ, ഞാൻ പോയി ലാബിൽ നിന്ന് കുറച്ച് യൂണിഫോം എടുത്തോണ്ട് വരാം. നല്ല യൂണിഫോം അല്ലടാ, ക്ലോറോഫോം. കള്ളുടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് സ്പെല്ലിംഗ് ഇങ്ങോട്ട് ഉണ്ടാക്കണ്ടേ. BSc 3 വർഷം പഠിച്ചത് വെറുതെ അല്ല. ഈ ക്ലോറോഫോമിന്റെ സ്പെല്ലിംഗ് K യിലാണോ G യിലാണോ തുടങ്ങുന്നത്? അതെ, കൂ, കൂല്, കൂ. കൂ, 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 കൂ. ദേ, ഇനി നിങ്ങൾക്കൊരു സത്യം അറിയോ? എന്ത് സത്യം? ഈ ഹോസ്റ്റലിൽ എത്ര പെമ്പിള്ളാരെ ഞാൻ പീഡനത്തിൽ നിന്ന് രക്ഷപ്പെടുത്തിയിട്ടുണ്ടെന്നറിയോ? എങ്ങനെ? ഞാൻ എന്നെ തന്നെ കൺട്രോൾ ചെയ്യൂടാ. ചാടി. ഇവള് ഉറങ്ങി കാണുവോ? അതിനല്ലടാ ഈ ക്ലോറോഫോം. ക്ലോറോഫോമിന്റെ കാര്യം പറഞ്ഞപ്പോഴാ എല്ലാം ഞാൻ എടുത്തിട്ടുണ്ട്. നീ ഓൾറെഡി ഫിറ്റാ. ഇത് ക്ലോറോഫോം തന്നെയാണോടെ? നിനക്ക് സംശയം മണപ്പിച്ച് നോക്കടേ. സമയം കളയാ ചാടേ. ശരി, പിടിക്കല്ലേ, ചാടാൻ പറഞ്ഞു. അവൻ ചാടി. മുന്നോട്ട് പോ. അവനും മതിലിയാടി എക്സ്പീരിയൻസ് ഉള്ളതല്ലേ. നിങ്ങൾ പാടാൻ നോക്കി നിൽക്കാൻ സമയം കളയാതെ പോ. അവന് കാര്യം നടക്കണമെങ്കിൽ പാത്തമാരടുത്ത് പോലും മതിലിയാടി പോണം. എടാ ഇത് വളരെ സിമ്പിൾ ആടാ, പാടാ. നിനക്കിത് സിമ്പിള്, നമുക്കിത് മതിലാടാ. ആക്രാന്ത കാണിക്കല്ലേ. ആ ക്ലോറോഫോം എന്നാ പിടിച്ചോ. എവിടെ പോ? ഏതാടാ മതില്? അയ്യോ, ആര് അയ്യോ, നീ എന്തുകൂടെ കാണിക്കുന്നു? ഹലോ ചേട്ടാ, ആരുമില്ല ഇവിടെ? ഉയ്. ചേട്ടോ, ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എന്താ കാര്യം? അവിടെ 3 പേരും മയില് കയറണു. 3 പേരും മയില് കയറണൂന്ന് ഇവിടെ. അതാണ് ഈ രാത്രി മുതലാടാൻ പറഞ്ഞേ. എന്ത് നോക്കി നിൽക്കടാ, പാടാ, പെട്ടെന്ന് ചാട്. വാ വാ, ഈസി അല്ലേ, വെരി ഈസി. ഓ അങ്ങനെയല്ലടാ, ഇങ്ങനെ മാറ്. ഈശ്വര, നീ എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് നില്ലടേ. കേറ്, ഇടത് കാലം ശരി, സൂക്ഷിച്ച് കരുത്. സിമ്പിൾ ആണ്. നിനക്ക് ഭ്രാന്താടാ പന്നി. ഒരു സ്ഥലത്ത് ഇല്ലടാ. ഇവൻ മതിലാടാ സമ്മതിക്കണില്ലെന്നേ. ആ, അവര് തന്നെ മതിലടി കളിക്കുവാ. ഇവ ഹനുമാന്റെ ജന്മമാടാ. ഇങ്ങനെയാണെങ്കിൽ ഞാൻ കളിക്കില്ല. ഇത് ക്ലോറോഫോം തന്നെ. പോര്. ഇന്നിനി വയ്യ, നാളെ ആവട്ടെ. മാതില് ചാടി പോയാ മതിയായിരുന്നു. നാളെ ചാടാം. ഞാൻ പറയുന്ന പോലെ ഇങ്ങതാ. എല്ലാരും അനുസരിച്ചോണ്ട്. ഇത് ലേഡീസ് ഹോസ്റ്റലാണ്.
എടാ പെൺപിള്ളാരിങ്ങനെ ഒന്നും അറിയാതെ കിടന്നുറങ്ങുന്നതാണ് എന്ത് രസമാണെന്നറിയാമോ. ഒന്ന് കണ്ടിട്ട് വരാടാ പ്ലീസ്. എടാ അവരുടെ ആങ്ങളമാര് കണ്ട നിന്റെ കിടപ്പ് കാണാൻ ഒരു രസം ഉണ്ടാവില്ല. അതന്നെ. അതെ ഇന്ദുന്റെ മുറി അവിടെ അത് ഇന്ദുവിനോട് എന്നെ ചോദിച്ചാ പോരാ. അല്ലെങ്കിൽ വേണ്ട, ഇവിടുത്തെ മാറ്ററിനോട് ചോദിക്കാം. അവരുടെ കയ്യിലാകുമ്പോ എല്ലാവരുടെയും രജിസ്റ്റർ ഉണ്ടാവുമല്ലോ. നേരം കളയാതെ പോയി ചോദിക്കേ. അതെ, ഈ മാറ്ററിന്റെ മുറി എങ്ങനെ കണ്ടുപിടിക്കും? അയ്യോ, ഇവൻ പോകുന്നുണ്ട. ഇവനിതെല്ലാം അറിയാം. നീ ഇവിടെ തന്നെ താമസം? ഇതെന്താ ലേഡീസ് ഹോസ്റ്റലില് ഹെയർ പിന്നോ? ഒരു ഐഡിയ. ഇന്ദു ടീച്ചറെ നമ്പർ ഉണ്ട്, ഡയൽ ചെയ്ത ബെല്ലടിക്കുന്ന റൂമിൽ കയറി പൊക്കിയാ പോരെ. അതിന് ഇന്ദു ടീച്ചറുടെ നമ്പർ ഇല്ലല്ലോ. ആ, ദമയന്തി ടീച്ചറുടെ നമ്പർ ഉണ്ട്. അവർ രണ്ടുപേരും ഒരു റൂമിലാ കിടക്കുന്നത്. എങ്കിൽ കുത്തളിയ നമ്പർ ഇവൻ ഡയൽ ചെയ്യുമ്പോ ഏത് റൂമിൽ നിന്ന് ബെല്ല് കേൾക്കും നമുക്ക് ശ്രദ്ധിക്കാം. നിങ്ങൾ ഓരോ റൂമിലായിട്ട് വിന്യസിച്ചോ. നീ ഇവിടെ. ആ, കിട്ടി ബെല്ലടിക്കുന്നു. ഹലോ ദമയന്തി ടീച്ചറെ, ഞാൻ കമ്പിയാ, അല്ല തമ്പിയാ. ഇങ്ങനെ തെറി വിളിക്കല്ലേ, ഒരു മനുഷ്യനാണ് ഞാൻ. ഏത് നമ്പറിലാ വിളിച്ചു? ഒരു മുറിയിലും റിങ് കേൾക്കണില്ല. എന്റെ പൊന്ന് രക്ഷ, ഞാൻ ദമയന്തിക്കിട്ട് കുത്തിയതാ, കൊണ്ടത് ഡയാനിക്ക്. അതേതാണ് ആ പിശാച്? ആ പിശാച് എന്റെ ഭാര്യയാണ്. എനിക്കിനി വീട്ടിൽ പോകാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. നോക്കിട്ട് കുത്തടാ. കുത്തി കുടുംബത്തിന്ന് പുറത്തായി. ഇനി മാറല്ലേ. അങ്ങോട്ട് ചെല്ലടാ. സൈലന്റ് മോഡിലിടാഞ്ഞത് ഭാഗ്യം. ചവിട്ടി തുറക്കല്ലേ. ഇവിടെ തന്നെ അങ്ങോട്ട് ചെല്ലും. പോകടാ. കൈയിട് അകത്തിട്ട് കൈയിട്. താഴേക്കിട്. അവനല്ല, കുറ്റി താഴേക്ക്. അവിടെ ചെന്ന് ആക്രാന്തം ഒന്നും കാണിക്കല്ലേ. ഇതെന്താ ഈ വാതിൽ ഇങ്ങനെ? എന്നൊക്കെ കൊണ്ടുപോടെ. വന്നില്ലേ? നീ വരുന്നില്ലേ? ക്ലോറോഫോം കയ്യിൽ മണപ്പിക്കുന്നതിന് മുമ്പ് കൊണ്ടുപോ. ഞാൻ കരുതി കെട്ടിടം തകർന്നെന്ന്. ഇന്തോ മഴ ഇന്തോ. അത് അവരങ്ങനെ കേക്കും. പുതപ്പ് കണ്ടപ്പോ എനിക്ക് വരാൻ തോന്നല്ലടാ. ഞാൻ ഇന്ന് ഉറങ്ങിക്കോട്ടെ അവിടെ കിടന്ന്. എടാ, ഇന്ദു ഫിറ്റാന്ന് തോന്നുന്നു. കിടന്ന് ആടുന്നത് കണ്ട. വാച്ച്മാനെ ചവിട്ടല്ലേ. ഇവർക്ക് ആരാന്തോ മറ്റും കൊണ്ട് കൊടുക്കുന്നു. ആരും വേളം വെക്കരുത്. സാധനം കൊണ്ടുവന്നിട്ടുണ്ട്, എല്ലാവർക്കും കാണാം. ചരിക്ക്. എന്താ വെടിയിറച്ചിയാ? ഞങ്ങളാരും വെടിവെച്ചിട്ടില്ല. സത്യമായിട്ട് ഇതിന് ജീവനുണ്ട്. ഇതോ? നീ പറഞ്ഞില്ലേലും കാര്യങ്ങളെല്ലാം നമുക്ക് മനസ്സിലായി. അല്ലെങ്കിൽ നമ്മൾ ഫ്രണ്ട്സ് ആവുന്നത് എന്ത് കാര്യമില്ല. അതിന് ഞങ്ങളൊരു സൊല്യൂഷൻ കണ്ടെത്തിയിരിക്കുക. നിനക്ക് പറയാനുള്ള മുഴുവൻ നീ ഇവളോട് പറഞ്ഞു തീർക്കണം ഇന്ന് രാത്രി തന്നെ. ആരാ ഇത്? നിന്റെ കുഞ്ഞമ്മ. ഇവനെ കൊണ്ട് തോറ്റല്ലോ. ഇവിടെ മലമ്പാമ്പ് ഇരവിഴുങ്ങി കിടക്കുന്ന പോലുള്ള ഈ കിടപ്പുണ്ടിട്ട് നിനക്ക് മനസ്സിലായില്ല? ഇല്ല. ഓക്കെ, ഞാൻ ഒരു ക്ലൂ തരാം. പറയല്ലേ. പാറ്റയിലില്ല, ഈച്ചയിലുണ്ട്. ചാളയിലില്ല, ചന്തിയിലുണ്ട്. നിന്റെ എന്താ മാറിപ്പോയി? അത് നീ എഴുതുമ്പോ ഞാൻ പറയുമ്പോ ഈ ഇന്ത്യ ചന്തു. അയ്യോ എടാ പൊട്ടാ, നിന്റെ ഇന്ദു ഹോസ്റ്റലിൽ കയറി ഞങ്ങൾ ഇങ്ങോട്ട് പൊക്കി. എന്ത് പോകൃതരാ നിങ്ങൾ കാണിച്ചത്? പോകൃതനാണ്, പക്ഷെ നിനക്ക് വേണ്ടിയല്ലേ ആളിയാ. എന്റെ മാതാവേ, എന്താണ്? നമസ്കാരം. ദമയന്തിയുടെ അതേ ചായ. ദേശാപത്തിന് ബോധം വന്നടാ. ബാക്കിയുള്ള ക്ലോറോഫോം കൊടുക്കടാ. അതിന് വേണ്ടെന്ന് കരുതി ഞാനെടുത്ത് കളഞ്ഞു. ഇനി ഇവിടെ നിന്നാൽ എന്റെ പണി പോവും. ഇവിടുന്ന് ഊരാം. സൗന്ദര്യാനുഭൂതി എണീറ്റു.
നിങ്ങൾ എന്നെ എന്ത് ചെയ്യാൻ പോവാ? തിരിച്ചു കൊണ്ടാക്കാൻ പോവാ ടീച്ചർ. ഈശ്വരാ, അപ്പൊ കൊറേ നേരമായോ എന്നെ കൊണ്ടുവന്നിട്ട്? ഇപ്പൊ കൊണ്ടുവച്ചോളൂ. പിശാചിന്റെ കണ്ണം കണ്ടപ്പോഴേ ഞാൻ പറഞ്ഞല്ലേ ഇന്ദുവല്ലാന്ന്. ഇന്ദു, ഇന്ദു അല്ല, ഇന്ദുന്റെ കാര്യം ഇങ്ങനെ അല്ല. നിങ്ങൾ എന്താ വിചാരിച്ചിരിക്കുന്നത്? ഒരു കൊലപാതകം നടത്തി കൊറേ നാൾ ജയിലിൽ കിടന്നെന്ന് വെച്ചിട്ട് ടീച്ചർമാരോടൊക്കെ എന്റെ അതിക്രമം കാണിക്കാനാണോ? കിട്ടി